എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 1000 കടന്ന് എന്ന ഗണിതത്തിലെ 2ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ പരിശോധിക്കുക. 1. 1000ന്റെ സ്ഥാനത്ത് 4 ആണ്. 2. 1ന്റെ സ്ഥാനത്ത് 1000ന്റെ സ്ഥാനത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ്. 3. 10ന്റെയും 100ന്റെയും സ്ഥാനത്ത് 0 ആണ്. താഴെ നൽകിയവയിൽ നിന്നും ശരിയായ 4 അക്ക സംഖ്യ കണ്ടെത്തുക. നമ്മളോട് ഇവിടെ ചോദിച്ചത് സംഖ്യ ഏതാണെന്നാണ്. സംഖ്യ കണ്ടെത്താനുള്ള സൂചനകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? അതൊരു 4 അക്ക സംഖ്യയാണ്. അപ്പോൾ ഈ സൂചനകൾ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് സംഖ്യ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളിവിടെ 4 സ്ഥാനങ്ങൾ ഇവിടെ ഒഴിച്ചിടുകയാണ്. 4 സ്ഥാനങ്ങൾ നമുക്കിവിടെ സൂചനകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഈ സ്ഥാനങ്ങളിലേക്ക് നൽകിയിട്ട് എളുപ്പത്തിൽ തന്നെ തെറ്റാതെ കൃത്യമായ സംഖ്യ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് വായിച്ചു നോക്കാം. 1000ന്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പൊ നമ്മൾ 4 സ്ഥാനങ്ങളാണ് താഴെ അടയാളപ്പെടുത്തിയത്. ഓരോന്ന് ഏത് സ്ഥാനമാണെന്ന് നമുക്ക് അവിടെ അടയാളപ്പെടുത്തി വെക്കാം. ഒന്നാമത്തത് 1കളുടെ സ്ഥാനം, 10കളുടെ സ്ഥാനം, 100കളുടെ സ്ഥാനം, 1000ത്തിന്റെ സ്ഥാനം. അപ്പോൾ 1000ത്തിന്റെ സ്ഥാനത്ത് 4 ആണെന്ന് പറഞ്ഞു. 4നെ നമ്മൾ 1000ത്തിന്റെ സ്ഥാനത്ത് എഴുതി. 1ന്റെ സ്ഥാനത്ത് 1000ത്തിന്റെ സ്ഥാനത്ത് അക്കത്തിന്റെ ഇരട്ടിയാണ്. അപ്പൊ 1ന്റെ സ്ഥാനത്തുള്ള സംഖ്യയുടെ പ്രത്യേകത എന്താണ്? 1000ത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യയുടെ ഇരട്ടിയാണ് അല്ലെ? 1ന്റെ സ്ഥാനത്ത് നമുക്ക് സംഖ്യ കണ്ടെത്തണം. അതിന് 1000ത്തിന്റെ സ്ഥാനത്തുള്ള സംഖ്യ നമുക്കറിയാം 4 ആണ്. അതിന്റെ ഇരട്ടിയാണ്. ഇരട്ടി കണ്ടെത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതേ സംഖ്യയുടെ കൂടെ ആ സംഖ്യ തന്നെ ചേർന്നാലാണ് ഇരട്ടിയാവുക. അപ്പൊ നമുക്ക് ഒന്നുകിൽ 4ന്റെ കൂടെ 4 തന്നെ കൂട്ടാം, അല്ലെങ്കിൽ 4നെ 2 കൊണ്ട് ഗുണിക്കാം. ഈ 2 രീതിയിലും നമുക്ക് ഇരട്ടി കണ്ടെത്താം. അപ്പൊ 4ന്റെ ഇരട്ടി എത്രയാണ്? 4 ഉം 4 ഉം 8, അല്ലെങ്കിൽ 4 2 8. അപ്പൊ 1ന്റെ സ്ഥാനത്തെ അക്കം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഏതാണ്? 8 ആണ്. അവിടെ എഴുതി വെച്ചു 8 എന്ന്. ഇനി നമുക്ക് 100ന്റെയും 10ന്റെയും സ്ഥാനങ്ങൾ കണ്ടെത്തണം. അത് ഇവിടെ തന്നിട്ടും ഉണ്ട്. 10ന്റെയും 100ന്റെയും സ്ഥാനത്ത് 0 ആണ്. അപ്പൊ 10ന്റെ സ്ഥാനത്തും 0. 100ന്റെ സ്ഥാനത്തും 0 ആണ്. 10ന്റെ സ്ഥാനത്തും 0 ആണ്. അപ്പൊ നമുക്ക് ഏത് സംഖ്യയാണ് കിട്ടിയത്? നമുക്ക് പൂർണ്ണമായ സംഖ്യ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഏതാണ് ആ സംഖ്യ? 4008 ആണ്. 4008 ഇവിടെ ഓപ്ഷനായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, 4008. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇത്തരത്തില് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും 4 സ്ഥാനങ്ങൾ അവിടെ വരച്ചു വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കിട്ടുന്ന അക്കങ്ങളെ ചേർക്കുക. എന്നിട്ട് നമ്മൾ സംഖ്യ രൂപീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റാതെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലെത്താം. ഓക്കെ അല്ലേ? നമ്മൾ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2. 4038 എന്ന സംഖ്യയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഇപ്പോൾ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശരിയായത്. ഓക്കെ. 1. നമ്മളിവിടെ ആ സംഖ്യ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. 4038. ഈ സംഖ്യയിൽ 8 ആയിരങ്ങളുണ്ട്. 1000ത്തിന്റെ സ്ഥാനത്ത് ഏതാണുള്ളത്? 4 ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞ പ്രസ്താവന എത്രയാണ്? 8 എന്നാണ്. 8 ആണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ്. ഇവിടെ നമുക്ക് 4 ആണുള്ളത്. ഓക്കെ. ഇനി അടുത്തത്, ഇതിലെ 4ന്റെ സ്ഥാനവില 400 ആണ്. സ്ഥാനവില നമുക്കറിയാം അല്ലെ? ഇത് 1കളുടെ സ്ഥാനം, 10കളുടെ സ്ഥാനം, 100കളുടെ സ്ഥാനം. ഇത് 1000ത്തിന്റെ സ്ഥാനം. ഇവിടെ 4ന്റെ സ്ഥാനവിലയാണ്. 4 എവിടെയാണ് വരുന്നത്? 4 1000ത്തിന്റെ സ്ഥാനത്താണ്. അപ്പോൾ 1000ത്തിന്റെ സ്ഥാനത്ത് 4 വന്നു കഴിഞ്ഞാൽ 4000, അതായത് 4ന്റെ കൂടെ 3 പൂജ്യങ്ങൾ ചേർത്തു, 4000 ആണ് അതിന്റെ സ്ഥാനവില. പക്ഷെ ഇവിടെ എത്രയാണ് പറഞ്ഞത്? 400 ആണ്. തെറ്റായ പ്രസ്താവനയാണ്. 4ന്റെ സ്ഥാനവില ഇവിടെ എത്രയാണ് വരുന്നത്? 4000 ആണ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ഈ സംഖ്യയിൽ 10ന്റെ സ്ഥാനത്ത് 3 ആണ്. 10ന്റെ സ്ഥാനം ഏതാണ്? ഇതാണ്. ഇവിടെ ഏതാണ് വരുന്നത്? 3 ആണ്. അത് ശരിയായ പ്രസ്താവനയാണല്ലോ. ശരിയിട്ടു. അടുത്തത്, 4083നേക്കാൾ വലിയ സംഖ്യയാണ് ഈ 4038 എന്നാണ് പറഞ്ഞത്. 4083ന്റെ സ്ഥാനത്ത് 10ന്റെ
4083 10ന്റെ സ്ഥാനത്ത് എത്രയാണ്? 8 ഉണ്ട്, 80 ഉണ്ട്. പക്ഷെ നമ്മുടെ സംഖ്യയിൽ 10ന്റെ സ്ഥാനത്ത് എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ, 30 ഉള്ളൂ. അപ്പോൾ 4083 വലിയ സംഖ്യയാണോ 4038? അല്ല, തെറ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായ പ്രസ്താവന ഏത് മാത്രമാണ്? ഓപ്ഷൻ സി ആണ്. നമ്മൾ അവിടെ ടിക്കിട്ട് വെച്ചു, ശരി ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം പരിശോധിക്കാം. താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? തെറ്റായ ജോഡിയാണ്. ഇതുവരെ എല്ലാം ശരിയായ ജോഡിയായിരുന്നു ചോദിച്ചത് അല്ലേ? അപ്പൊ തെറ്റായ ജോഡിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 10 നൂറുകൾ 1 1000ത്തിന് തുല്യമാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. 10 നൂറുകൾ, ഈ നൂറുകളെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ടുള്ള ഗുണനത്തിന്, അല്ലെങ്കിൽ നൂറുകൾ 10 തവണ താഴെ താഴെ എഴുതി കൂട്ടുന്നതിന് പകരമാണ് നമ്മൾ ഗുണിക്കുന്നത്. 100 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി എന്താണ്? 10 നൂറുകൾ എത്രയാണെന്ന് കണ്ടെത്താൻ 100 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ കൂടെ 100ന്റെ 2 പൂജ്യങ്ങൾ ചേർത്തു. എത്ര കിട്ടി? 1000 കിട്ടി. അപ്പോൾ 1000 ഇവിടെ പറയുകയും ചെയ്തു. എത്ര തന്നെയാണ്? 1000ആണ്. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്, ശരിയായ ജോഡിയാണ്. അവിടെ നമ്മൾ ശരിയിട്ടു. അടുത്തത് 100 പത്തുകളാണ്. 100 പത്തുകൾ ചേർന്നാൽ എത്രയാകുമെന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 10ന്റെ ഒരു പൂജ്യത്തിനെ ഈ സംഖ്യയുടെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് എത്ര കിട്ടി? 1000 കിട്ടി. ഇവിടെ എത്രയാണ് പറയുന്നത്? 1000 ആണെന്ന് തന്നെയാണ് അവിടെയും പറയുന്നത്. അതും ശരിയാണ്. അടുത്തത് 1000 ഒന്നുകളാണ്. 1000 ഒന്നുകൾ എന്ന് വെച്ചാൽ നമ്മൾ 1000 തന്നെ ഇട്ടാൽ മതി അല്ലേ? അപ്പൊ 1000 ഒന്നുകൾ ചേർന്നാൽ 1000 തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അതും ശരിയാണ്. അപ്പോ എയും ബിയും സിയും ശരി കിട്ടി. നമുക്കിനി 100 നൂറുകളാണ്. 100 നൂറുകൾ. ഇനി എത്ര നൂറുകളായാലും നമ്മൾ എന്ത് ചെയ്യണം? 100ന്റെ 2 പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇത് 1000ത്തിന് തുല്യമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാണ്? നോക്കാം. ഒറ്റ, 10, 100, 1000, 10000 അപ്പൊ ഇത് 1000ത്തിന് തുല്യമല്ല. ഇത് തെറ്റായ പ്രസ്താവനയാണ്. 100 നൂറുകൾ ചേർന്നാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 10000 കിട്ടുക. അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ചോദ്യം വായിക്കും. അപ്പു തന്റെ കൈവശമുള്ള തുകയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: എന്റെ പക്കൽ 3 2000 രൂപയുടെ നോട്ടുകളും 4 10 രൂപയുടെ നോട്ടുകളും 5 1 രൂപയുടെ നാണയങ്ങളുമുണ്ട്. എങ്കിൽ അപ്പുവിന്റെ കൈവശമുള്ള ആകെ തുക എത്രയാണ്? ഓപ്ഷനുകൾ താഴെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രസ്താവനയും പരിശോധിച്ചിട്ട് എത്രയാണ് സംഖ്യ എന്ന് എഴുതിയിട്ട് അവയൊക്കെ നമുക്ക് കൂട്ടിയിട്ട് കൃത്യമായ ഉത്തരത്തിലെത്താം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രസ്താവന: എന്റെ പക്കൽ 3 2000 രൂപയുടെ നോട്ടുകളുണ്ട്. 3 2000 ചേർന്നാൽ എത്രയാകും? ഒരു 2000 2000 അതിന്റെ കൂടെ ഒന്നുകൂടി ചേർന്നാൽ 4000 ആകും. 3 എണ്ണം ആകുമ്പോൾ 6000 ആകും. അല്ലെങ്കിൽ 3 കൊണ്ട് 2നെ ഗുണിച്ചിട്ട് 1000 ചേർത്താൽ മതി. അപ്പോൾ 6000 കിട്ടും. അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടി? 6000. ആ 6000ത്തിനെ നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇതിന്റെ കൂടെ നമ്മൾ ഇനി കിട്ടാൻ പോകുന്ന സംഖ്യകൾ കൂടി കൂട്ടുകയാണ്. ഇനി 4 10 രൂപയുടെ നോട്ടുകളാണ്. 4 10കൾ ചേർന്നാൽ എത്രയാണ്? 4ന്റെ കൂടെ നമ്മൾ 10ന്റെ ഒരു പൂജ്യം ചേർത്താൽ മതി. നമുക്ക് 40 കിട്ടും. 4 10കൾ 40 ആണെന്ന് അറിയാൻ നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? പക്ഷെ നമ്മളിവിടെ എഴുതുമ്പോൾ സ്ഥാനവിലയ്ക്ക് അനുസരിച്ച് കൃത്യമായി എഴുതണം. 40 എന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കാം. 40. ഇനി 5 1 രൂപയുടെ നാണയങ്ങളുമുണ്ട്. 5 ഒന്നുകൾ എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ 5നെയും നമ്മൾ എഴുതി. നമുക്ക് സ്ഥാനവില അടിസ്ഥാനമാക്കി കൂട്ടി നോക്കാം. 5 4 0 6. അപ്പൊ നമുക്ക് വേണ്ട ഉത്തരം ഏതാണ്? 6045 ആണ്. 6045 എന്ന ഉത്തരം വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ ബി ആണ്. നമ്മൾ അവിടെ ശരിയിട്ട് വെച്ചു. ഓക്കെ ആണോ? യെസ്. അഞ്ചാമത്തെ ചോദ്യം പരിശോധിക്കാം. ഒരു നാലക്ക സംഖ്യയുടെ 1000ന്റെയും 1ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ തമ്മിൽ മാറ്റി എഴുതിയാലും സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല. എങ്കിൽ താഴെ പറയുന്നവയിൽ ആ സംഖ്യ ഏതാകാം? താഴെ 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സംഖ്യ തിരഞ്ഞെടുക്കണം. പക്ഷെ എന്താണ് പ്രത്യേകത? 1000ന്റെ സ്ഥാനത്തുള്ളതും 1ന്റെ സ്ഥാനത്തുള്ളതുമായ അക്കങ്ങൾ തമ്മിൽ മാറ്റി എഴുതിയാലും നമ്മുടെ സംഖ്യയ്ക്ക് യാതൊരു മാറ്റവും വരാൻ പാടില്ല.
അത്തരത്തിൽ ഏതാണ് നമുക്ക് ലഭിക്കുക എന്ന് ചെയ്തു നോക്കിയിട്ട് പറയാം. ഒന്നാമത്തതിനെ നമുക്ക് പരിശോധിക്കാം. 5554 ഇതിലെ അക്കങ്ങളെ നമ്മൾ മാറ്റി എഴുതണം. ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എന്ത് മാറ്റാ വരേണ്ടത്? 1000ന്റെ സ്ഥാനത്തുള്ള അക്കത്തിന് 1ന്റെ സ്ഥാനത്തും ഒന്നുകളുടെ സ്ഥാനത്തുള്ള അക്കത്തിന് 1000ന്റെ സ്ഥാനത്തും എഴുതണം. അപ്പോൾ 1000ന്റെ സ്ഥാനത്തുള്ള 5നെ നമ്മൾ 1ന്റെ സ്ഥാനത്തേക്ക് എഴുതുകയാണ്. 10ൻ്റെതും 100ൻ്റെതും മാറ്റമില്ല. അപ്പോൾ 100ന്റെ സ്ഥാനത്തുള്ളതും 10ന്റെ സ്ഥാനത്തുള്ളതും എഴുതി. ഇനി ഒന്നുകളുടെ സ്ഥാനത്തുള്ളതിനെ എവിടത്തേക്ക് മാറ്റണം? 1000ങ്ങളുടെ സ്ഥാനത്തേക്ക് മാറ്റണം. ആദ്യത്തെ സംഖ്യ ഏതായിരുന്നു? 5554 ഇപ്പൊ നമുക്ക് ലഭിച്ചതോ 4555. ഇത് രണ്ടും തുല്യമാണോ? അല്ല. അപ്പൊ ഒന്നാമത്തെ സംഖ്യ അല്ല. നമുക്ക് രണ്ടാമത്തത് പരിശോധിക്കാം. 4545. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1000ന്റെ സ്ഥാനത്തുള്ള 4നെ 1ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. 100നും 10നും മാറ്റമില്ല. അത് 5ഉം 4ഉം തന്നെ വന്നു. ഇനി 1ന്റെ സ്ഥാനത്തുള്ള 5നെ 1000ന്റെ സ്ഥാനത്തേക്ക്. ഓക്കെ. അപ്പൊ ഇവിടെ 4545 ആയിരുന്നു. ഇവിടെ 5544 രണ്ടും ഒരേ സംഖ്യയാണോ? അല്ല. അപ്പൊ അതും നമ്മുടെ ഉത്തരമല്ല. അടുത്തത് 5440 ഇതിനെ നമുക്ക് പരിശോധിക്കാം. 1000ന്റെ സ്ഥാനത്തുള്ള 5നെ 1ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. പകരം 1ന്റെ സ്ഥാനത്തുള്ള 0നെ 1000ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. 100നും 10നും മാറ്റമില്ല. ഇവിടെ 445 അപ്പോൾ ഇത് രണ്ടും ഒരേ സംഖ്യയല്ല. അതും തെറ്റാണ്. അവസാനത്തെ സംഖ്യ നമുക്ക് പരിശോധിക്കാം. 4054 1000ന്റെ സ്ഥാനത്തുള്ള 4നെ നമ്മൾ 1ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. 1ന്റെ സ്ഥാനത്തുള്ള 4നെ നമ്മൾ 1000ന്റെ സ്ഥാനത്തേക്ക് മാറ്റി. 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യയ്ക്കും 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യയ്ക്കും മാറ്റമില്ല. അപ്പോൾ ആദ്യത്തത് എത്രയായിരുന്നു? 4054. ഇപ്പോൾ ലഭിച്ചത് എത്രയാണ്? 4054 തന്നെ. അപ്പോൾ ഇത് രണ്ടും ഒരേ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന സംഖ്യ നമ്മൾ കണ്ടെത്തേണ്ടത് ഏതായിരുന്നു? ഓപ്ഷൻ ഡിയിലെ 4054 അപ്പോൾ 1000ന്റെ സ്ഥാനത്തെയും 1ന്റെ സ്ഥാനത്തെയും അക്കങ്ങൾ തമ്മിൽ മാറ്റി എഴുതിയാലും സംഖ്യയ്ക്ക് മാറ്റം വരാൻ പാടില്ലെങ്കിൽ എന്ത് പ്രത്യേകത വേണം? ഈ രണ്ട് സ്ഥാനങ്ങളിലും ഒരേ സംഖ്യയായിരിക്കണം. അപ്പോഴാണ് അവയെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമ്മുടെ സംഖ്യയിൽ മാറ്റം വരാതിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഏതൊരു സ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞിട്ടും ഇത്തരത്തിൽ ചോദ്യം വന്നാൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ 5 ചോദ്യങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര സ്കോറാണ് കിട്ടിയതെന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.